നമസ്കാരം. ലോകകപ്പിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ സമാപിച്ചിരിക്കുന്നു. ഇനി നോക്കൌട്ടിലേക്കാണ്. ഗ്രൂപ്പ് മത്സരങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ വളരെ സുപ്രധാനമായ ഒരു മത്സരത്തിന് കളമൊരുങ്ങാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ബ്രസീൽ അർജന്റീന പോരാട്ടം. നെയ്മറും മെസ്സിയും നേർക്കുനേർ. വെറും വാചകങ്ങളായി മാറാതിരിക്കട്ടെ. സെമിയിലായിരിക്കും അങ്ങനൊരു പോരാട്ടത്തിനുള്ള സാധ്യത തെളിയുന്നത്. നോക്കൌട്ട് റൗണ്ടിൽ ബ്രസീലിന്റെ എതിരാളികളായി വരാൻ പോകുന്നത് ജപ്പാനാണ്. ജപ്പാൻ മികച്ച ഫോമിലാണ്. നല്ല മത്സരം ബ്രസീൽ കാഴ്ചവെക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ ബ്രസീലിനാണ് വിജയ സാധ്യത കൂടുതലായി പ്രവചിക്കപ്പെടുന്നത്. ബ്രസീലിന് പ്രീ ക്വാർട്ടറിൽ എതിരാളികളായി വരാൻ സാധ്യത നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിലെ വിജയികളാണ്. നിലവിൽ നോർവേക്കാണ് അവിടെ സാധ്യത കൂടുതൽ. പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ക്വാർട്ടറിലേക്ക് എത്തിയാൽ മിക്കവാറും ഇംഗ്ലണ്ടാകും ബ്രസീലിന്റെ എതിരാളികൾ. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പ്രീ ക്വാർട്ടറിൽ നടക്കുകയും അവിടെ ഇംഗ്ലണ്ട് വിജയിക്കുകയും ചെയ്താൽ ബ്രസീൽ ഇംഗ്ലണ്ട് മത്സരത്തിന് സാധ്യതയുണ്ട്. അതും നല്ല മത്സരമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇംഗ്ലണ്ടും ഈ ലോകകപ്പിൽ മികച്ച ഫോമിലാണുള്ളത്. ഇംഗ്ലണ്ടിനോട് മികച്ച കളി പുറത്തെടുത്താൽ ക്വാർട്ടറിൽ നിന്നും സെമിയിലേക്ക് ബ്രസീലിനെത്താൻ കഴിയും. അർജന്റീനയ്ക്ക് നോക്കൌട്ട് റൗണ്ടിൽ എതിരാളികളായി വരാൻ പോകുന്നത് കേപ്പ് വെർഡെ എന്ന കുഞ്ഞൻ രാജ്യമാണ്. മികച്ച നിലവാരത്തിൽ കളിക്കുന്ന രാജ്യം തന്നെയാണ് കേപ്പ് വെർഡെ. എഴുതിത്തള്ളാനല്ല. പക്ഷേ അർജന്റീന തങ്ങളുടെ മികച്ച ഫോം തുടർന്നാൽ അവർക്ക് പ്രീ ക്വാർട്ടറിലേക്ക് എത്താം. പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയോ ബെൽജിയമോ ആകും അർജന്റീനയുടെ എതിരാളികൾ. അവിടെ നിന്നും ക്വാർട്ടറിലേക്ക് അർജന്റീന എത്തിയാൽ കൊളംബിയ എതിരാളികളായി വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നല്ല മത്സരം അർജന്റീന കാഴ്ചവെക്കേണ്ടി വരും. അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അർജന്റീനയ്ക്ക് സെമിയിലെത്താം. അങ്ങനെയെങ്കിൽ ബ്രസീലും അർജന്റീനയുമാകും സെമിയിലെത്താൻ പോകുന്ന രണ്ട് ടീമുകൾ. ബ്രസീലും അർജന്റീനയും നേർക്കുനേർ നിരവധി തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. നെയ്മറും മെസ്സിയും നേർക്കുനേർ നിന്ന് പോരാടിയിട്ടുണ്ട്. പക്ഷേ ഈ ലോകകപ്പിൽ ഈ മത്സരത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് പറയാനാകും. കാരണം മെസ്സിയെ സംബന്ധിച്ചും നെയ്മറെ സംബന്ധിച്ചും ഒരുപക്ഷെ റിട്ടയർമെന്റ് ലോകകപ്പായി ഇത് മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീൽ അർജന്റീന പോരാട്ടം ഉണ്ടാകുമോ എന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. നെതർലൻഡ് മൊറോക്കോ, ഫ്രാൻസ് സ്വീഡൻ, പോർച്ചുഗൽ ക്രൊയേഷ്യ ഈ മത്സരങ്ങൾ നോക്കൌട്ട് റൗണ്ടിൽ തന്നെ കടുപ്പമേറിയതായി മാറും. പ്രീ ക്വാർട്ടറിൽ എത്തിയാൽ ഫ്രാൻസിന് ജർമ്മനി എതിരാളികളായി വരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രീ ക്വാർട്ടറിൽ സ്പെയിനിന് പോർച്ചുഗലും എതിരാളികളായി എത്തിയേക്കാം. ക്വാർട്ടറിൽ നെതർലൻഡ്സ് ഫ്രാൻസ് മത്സരത്തിനുള്ള സാധ്യത ഏറെയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സ്പെയിനിന് ഒരു പക്ഷേ USA എതിരാളികളായി എത്താനുള്ള സാധ്യതയും ക്വാർട്ടറിൽ തെളിഞ്ഞു കാണും. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സെമി ഫ്രാൻസും സ്പെയിനും തമ്മിലാകും. ഈ സെമിഫൈനൽ മത്സരങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സെമിഫൈനലും ഫൈനലും ഏറ്റവും മികച്ച പോരാട്ടം നമുക്ക് കാണാനാകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.